നമസ്കാരം, ഞാൻ സജീവ് പടിക്കപ്പുറത്ത്. നമസ്കാരം, ഞാൻ സജീവ് പടിക്കപ്പുറത്ത്. നമ്മുടെ വീടുകളിലെല്ലാം ഇന്ന് പാചകത്തിന് ഉപയോഗിക്കുന്നത് LPG, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസാണ്. വിറകിൽ നിന്നും നമ്മൾ ഇന്ന് സൗകര്യാർത്ഥവും ലാഭകരവുമായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടി LPG ആണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ഉപയോഗിക്കുന്ന നമ്മൾ പലർക്കും ഇതിൻ്റെ ഭവിഷ്യത്തുകളും അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യവും എന്തെന്ന് വ്യക്തമായി അറിയാതിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതുപോലെ തന്നെ ഗ്യാസ് ലാഭകരമായിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നതും നമുക്ക് പല കാര്യവും നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പം അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇന്ത്യ ഗവൺമെന്റിന്റെ അണ്ടർടേക്കിങ്ങിലുള്ള പ്രധാനപ്പെട്ട 3 പെട്രോളിയം കമ്പനികളാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. ഈ കമ്പനികൾ ഇറക്കുന്ന LPG ആണ്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ഇറക്കുന്ന LPG ആണ് HB ഗ്യാസ്. അതുപോലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ഇറക്കുന്ന LPG ആണ് ഇന്ത്യൻ. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ഇറക്കുന്ന LPG ആണ് ഭാരത് ഗ്യാസ്. ഈ കമ്പനികളുടെ സിലിണ്ടറുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. അപ്പോൾ അതിനുശേഷം നമ്മൾ സിലിണ്ടറിന്റെ ഗ്യാസിന്റെ കാര്യങ്ങളിലൊക്കെ വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഇതാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷന്റെ ഗ്യാസ് സിലിണ്ടർ. ഇത് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ സിലിണ്ടർ ആണെന്ന് എങ്ങനെയാ തിരിച്ചറിയാന്നുള്ളതാണ്. അതുപോലെ തന്നെ ഭാരത് ഗ്യാസിന്റെ സിലിണ്ടർ, ഇന്ത്യൻ ഗ്യാസിന്റെ സിലിണ്ടർ, ഇവയെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് ആദ്യം പരിശോധിക്കാം. ഇതാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷന്റെ HB ഗ്യാസ്. HB ഗ്യാസ് എങ്ങനെ മനസ്സിലാക്കാന്ന്, ഈ മുകൾ ഭാഗത്ത് നീല കളർ പെയിന്റ് ചെയ്തിരിക്കും. ഇത് HB ഗ്യാസിനാണ് നീല കളർ പെയിന്റ് അടിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് HB ഗ്യാസിന്റെ എംബ്ലം കാണാം. ഇതാണ് HB ഗ്യാസിന്റെ എംബ്ലം. പിന്നെ അടുത്തതായി ഈ റിങ് സ്റ്റാൻഡിന്റെ മുകളിൽ HB ഗ്യാസ് എന്ന് പഞ്ച് ചെയ്തിരിക്കുന്നതാണ്. HB ഗ്യാസ്, ഇതാണ് HB ഗ്യാസ് പഞ്ച് ചെയ്തിരിക്കുന്നത്. കാരണം ഈ പെയിന്റ് ഒക്കെ പോയി കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് HB ഗ്യാസ് എന്ന് പഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് HB ഗ്യാസിന് തിരിച്ചറിയാനുള്ളത്. അതുപോലെ തന്നെ ഭാരത് ഗ്യാസ് ആകുമ്പോഴുള്ള വ്യത്യാസം, മുകളിൽ നീലയ്ക്ക് പകരം മഞ്ഞ കളറായിരിക്കും. മുകളിൽ മഞ്ഞ കളറും അതേപോലെ മധ്യഭാഗത്ത് ഭാരത് ഗ്യാസ് എന്ന് പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും. ഈ സ്റ്റാൻഡിന്റെ മുകളിൽ BPCL എന്നും പഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഇത്തരം കാര്യങ്ങളാണ് ഭാരത് ഗ്യാസിന് നമുക്ക് തിരിച്ചറിയാനുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു ഗ്യാസാണ് ഇന്ത്യൻ ഗ്യാസിന് മുകളിൽ നീലയോ മഞ്ഞയല്ല, മുഴുവൻ ചുവപ്പ് കളറായിരിക്കും. അതുപോലെ തന്നെ മധ്യഭാഗത്ത് ഇന്ത്യൻ എന്ന് പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും. അടിയിൽ IOC എന്നും പഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഇത്തരമാണ് 3 സിലിണ്ടറിന് നമ്മൾ തിരിച്ചറിയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ സിലിണ്ടറിന്റെ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ സിലിണ്ടറിൽ ഒരുപാട് കാര്യങ്ങൾ പ്രിന്റ് ചെയ്തിരിക്കുന്നുണ്ട്. അതിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാം. ആദ്യം നമ്മൾ സിലിണ്ടറിന്റെ ഈ കളർ, ചുവപ്പ് കളർ, എന്തുകൊണ്ട് ചുവപ്പ് കളർ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ചുവപ്പ് എന്നുള്ളത് അപകടത്തെ സൂചിപ്പിക്കുന്നതാണ്, എക്സ്പ്ലോസീവിനെ സൂചിപ്പിക്കുന്നതാണ്. അതിനുവേണ്ടി ചുവപ്പ് ഉപയോഗിക്കാറുണ്ട്. ഇത് ഇന്ത്യയിലെ ഡൊമസ്റ്റിക് സിലിണ്ടറിനാണ് ഈ കളർ അധികം കാണുന്നത്. അതുപോലെ തന്നെ ഈ ചുവപ്പ് നമ്മുടെ വീടുകളിലെ ഒരു അപകടങ്ങളോ തീപിടുത്തമോ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാനോ അത് എടുത്തു മാറ്റാനും വേണ്ടിയിട്ടും കൂടിയാണ് ഈ ചുവപ്പ് കളർ പെയിന്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന കാര്യം നോക്കാം. ഫോർ ഡൊമസ്റ്റിക് യൂസ് ഓൺലി എന്ന് എഴുതി വെച്ചിരിക്കും. കാരണം ഇത് നമ്മൾ വീടുകളിൽ ഗാർഹിക ഉപയോഗത്തിന് മാത്രമുള്ളതാണ് ഈ സിലിണ്ടർ. അടുത്തത് സ്വിച്ച് ഓഫ് റെഗുലേറ്റർ വെൻ നോട്ട് ഇൻ യൂസ്.
അതായത് നമ്മൾ ഗ്യാസിന്റെ ഉപയോഗിച്ച് പാചകം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ റെഗുലേറ്റർ ഓഫ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനെ പറ്റി വിശദമായിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ പറ്റി വിശദമായിട്ട് പഠിക്കാനുണ്ട്. ലീക്ക് എങ്ങനെ വരുന്നത്, ലീക്ക് വന്നാൽ എന്ത് ചെയ്യുന്നതിനെ പറ്റിയ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അതിന്റെ സെക്ഷൻ വരുമ്പോൾ നമുക്ക് പഠിക്കാം. അടുത്തത് പ്രിന്റ് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. നെറ്റ് വെയിറ്റ് 14.2 kg, ക്രോസ് വെയിറ്റ് 30.3 kg. അതായത് ഈ പുതിയ സിലിണ്ടറിൽ ഫില്ല് ചെയ്തത് 14 കിലോയും 200 ഗ്രാമും ഗ്യാസാണ്. പിന്നെ 30.3 kg എന്ന് വെച്ചാൽ ഇത് ക്രോസ് വെയിറ്റ്, ഗ്യാസും സിലിണ്ടറും കൂടിയുള്ള വെയിറ്റ് ആണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ സിലിണ്ടറിന്റെ വെയിറ്റ് നമുക്ക് മനസ്സിലാക്കണം. അതാണ് ഇതിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന 16.1. അതായത് 16 കിലോനും 100 ഗ്രാമും ഈ സിലിണ്ടറിന്റെ വെയിറ്റ് ആണ്. അത് എല്ലാ സിലിണ്ടറിനും ഒരേ വെയിറ്റ് ആയിരിക്കില്ല, വ്യത്യസ്തമായുള്ള വെയിറ്റുകളായിരിക്കും. അപ്പം 16.100 ഗ്യാസ് സിലിണ്ടറിന്റെ വെയിറ്റും 14.200 ഗ്യാസിന്റെ വെയിറ്റും പാടെ കൂടിയതാണ് 30 കിലോനും 300 ഗ്രാമും. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ആണോ എങ്ങനെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഈ സിലിണ്ടറിന്റെ ഈ കാൽഭാഗത്ത് ഒരുപാട് കാര്യങ്ങൾ പഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സിലിണ്ടറിന്റെ സീരിയൽ നമ്പർ, ടയർ വെയിറ്റ് 16.1. അതായത് ഇത് പ്രിന്റ് ചെയ്ത് ഇത് പഞ്ചും ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ മാക്സിമം ക്രോസ് വെയിറ്റ് 30.3 kg. കാരണം ഇത് പെയിന്റിംഗ് ഒക്കെ പോയി കഴിഞ്ഞാലും ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സിലിണ്ടറിന്റെ ഈ കാലിന് മുകളിൽ ഇതിന്റെ AFT 2.53 mm മിനിറ്റിന്റെ ബാച്ച് നമ്പർ എഴുതിയിട്ടുണ്ട്. ടെസ്റ്റ് ഡേറ്റ് 11/19 11 മാസമാണ് ഇത് ടെസ്റ്റ് ചെയ്തത്. ഇത്തരം ഡീറ്റെയിൽസ് ഇതിന്റെ മുകളിൽ പഞ്ച് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ പെയിന്റ് പോയാലും നമുക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ സിലിണ്ടറിന്റെ ഈ ഭാഗത്ത്, അതായത് ഈ സിലിണ്ടർ നിർമ്മിച്ച കമ്പനിയുടെ പേര് കൈരളി എന്ന് കാണാം. കൈരളി, അത് സീരിയൽ നമ്പർ, പിന്നെ ടയർ വെയിറ്റ് 16.3, അതായത് സിലിണ്ടറിന്റെ വെയിറ്റ്, മാക്സിമം ക്രോസ് വെയിറ്റ് 30.300. ഇതെല്ലാം ഇത് പഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് പെയിന്റ് ചെയ്തത് എന്തെങ്കിലും കാലത്ത് പോയാലും ഈ പഞ്ചിങ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ സിലിണ്ടറിന്റെ ഈ ഭാഗത്ത് കാണാം ഇതിന്റെ ബാച്ച് നമ്പർ, അത് ടെസ്റ്റ് ഡേറ്റ് 11/2019. അപ്പോൾ ഇത് ടെസ്റ്റ് ഡേറ്റ് അന്ന് ടെസ്റ്റ് ചെയ്ത സിലിണ്ടർ ആണെന്നത് സൂചിപ്പിക്കാനുള്ള. ഇനി രണ്ടാമതും ടെസ്റ്റ് ചെയ്ത് വരുമ്പോൾ പിന്നെയും ഇതിനുള്ള പഞ്ച് ചെയ്യുന്നത്. ഇനി സിലിണ്ടറിലെ വേറെ കാര്യം പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് നോക്കാം. 16.1. അത് നമുക്കറിയാം ഈ സിലിണ്ടറിന്റെ വെയിറ്റ് ആണെന്ന്. ഈ ഭാഗത്തും 16.1 ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെയും 16.1. ഇത് സിലിണ്ടറിന്റെ വെയിറ്റ് ആണ്. പിന്നെയാണ് D29 ഇത് ചെയ്തത്. ഇത് സിലിണ്ടറിനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് പലരും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിഷയം കൂടിയാണ് D29. അധികം ആളുകളും പറയാറുണ്ട് സിലിണ്ടറിന്റെ എക്സ്പയറി ഡേറ്റ് ആണെന്ന്. അതായത് സിലിണ്ടറിന്റെ എക്സ്പയറി ഡേറ്റ് ആണ് D29 എഴുതി വെച്ചിരിക്കുന്നത് എന്ന് പറയും. പക്ഷെ ഇത് എക്സ്പയറി ഡേറ്റ് അല്ല, ഇത് ടെസ്റ്റ് ഡ്യൂ ഡേറ്റ് ആണ്. ടെസ്റ്റ് ഡ്യൂ ഡേറ്റ്, അതായത് 2029 ഡിസംബർ വരെ ഇത് ഉപയോഗിക്കാമെന്നും അതിനുശേഷം ഇത് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഉപയോഗിക്കാൻ പാടുള്ളതെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അത് നമ്മുടെ വീടുകളിൽ വരുന്ന സിലിണ്ടറിന് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് D29 ആയിരിക്കും, 24 ഏതായിരിക്കും. ഈ D എന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് ഒരു വർഷത്തിലെ 4 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഇത് A എന്നും, ഏപ്രിൽ, മെയ്, ജൂൺ B എന്നും, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ C എന്നും, ഒക്ടോബർ, നവംബർ, ഡിസംബർ ഇത് D എന്നും. ഡിസംബർ മാസം വരെയുള്ളതാണ് D സൂചിപ്പിക്കുന്നത്. അതായത് D29 എന്നാൽ 2029 ഡിസംബർ മാസം വരെ ഇത് സിലിണ്ടർ ഉപയോഗിക്കാമെന്നും അതിനുശേഷം ഇത് ടെസ്റ്റ് ചെയ്തിട്ട്
30 kg പ്രഷർ എല്ലാം അടിച്ച് ക്ലീൻ ചെയ്ത് സേഫ്റ്റി ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഈ സിലിണ്ടർ രണ്ടാം റീകണ്ടീഷൻ ചെയ്ത് വരുന്നത്. അതായത് പെയിന്റ് അടിച്ച് വൃത്തിയാക്കിയിട്ട് സുരക്ഷിതമാക്കിയിട്ടാണ് നമ്മൾ സിലിണ്ടർ വരുന്നത്. അതുപോലെ തന്നെ ഈ സിലിണ്ടറിൽ കാണാം A23. അതായത് A23 എന്ന് ഉദ്ദേശിക്കുന്നത് 2023 മാർച്ച് മാസം വരെ ഈ സിലിണ്ടർ യൂസ് ചെയ്യാമെന്നാണ്. A23 അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് വരെ 2023 മാർച്ച് വരെ നമുക്ക് ഈ സിലിണ്ടർ ഉപയോഗിക്കാവുന്നതാണ് ഇതിന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സിലിണ്ടർ നമ്മൾ വീടുകളിൽ സിലിണ്ടർ കൊണ്ടുവരുമ്പോൾ നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിന്റെ ടെസ്റ്റ് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. കാരണം ഗ്യാസ് കൊണ്ടുവരുന്നവരെല്ലാം ശ്രദ്ധിക്കും, പക്ഷെ നമ്മൾ കൂടുതലൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ പ്രധാനപ്പെട്ട സീല്, ഇതാണ് സീല്. അതായത് ഗ്യാസ് ഫില്ല് ചെയ്ത് പ്ലാന്റിൽ നിന്ന് ഫില്ല് ചെയ്തതിന് ശേഷം ഇതൊരു സീലിട്ട്, ഇത് പ്ലാസ്റ്റിക്കിൻ്റെ സീല്, അത് ഇത് ഹീറ്റ് ചെയ്ത് കറക്റ്റ് ടൈറ്റ് ചെയ്താണ്. അതുകൊണ്ട് ഇത് ക്യാപ്പ് തുറക്കുമ്പോൾ എന്തായാലും ഈ സീല് പൊളിഞ്ഞിരിക്കും. അത് പൊളിഞ്ഞ് ഇരിക്കാതെ നല്ല ടൈറ്റോട് കൂടി വന്ന സിലിണ്ടർ ആണെന്ന് നമ്മൾ ഡെലിവറി ചെയ്യുമ്പോൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. ഇനിയിപ്പോൾ സീല് എങ്ങനെയാണ് അത് പൊളിക്കേണ്ടത് എന്ന കാര്യം നമുക്ക് വിശദീകരിച്ച് കാണാം. ഇതാണ് സീലിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കവർ. ഇത് ഗ്യാസ് ഫില്ല് ചെയ്തതിനു ശേഷം എങ്ങനെയാണ് സീൽ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഗ്യാസ് ഫില്ല് ചെയ്ത് ക്യാപ്പ്, ഇത് സേഫ്റ്റി ക്യാപ്പ് ഇട്ടതിന് ശേഷം ഇതിൽ സീല് ഇതിങ്ങനെ വെക്കും. അപ്പോൾ ഇതിൻ്റെ നൈലോൺ കയർ താഴോട്ടായിരിക്കും. ഇത് എന്നിട്ട് ഹീറ്റ് ചെയ്തിട്ട് ഫിക്സ് ആക്കുകയാണ് ചെയ്യുന്നത്. ഫിക്സ് ആക്കുക. അപ്പോൾ നമുക്ക് ഇത് ക്യാപ്പ് തുറക്കണമെങ്കിൽ ഈ സീല് പൊളിക്കാതെ ക്യാപ്പ് തുറക്കാൻ കഴിയില്ല. അതായത് ഇതിൽ കയർ ടൈറ്റ് ചെയ്തിരിക്കും, കയർ താഴോട്ട് ടൈറ്റ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുമ്പോൾ ഈ സീല് കറക്റ്റ് ആണോ എന്നും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഗ്യാസ് സിലിണ്ടർ ഫിറ്റ് ചെയ്യുമ്പോൾ സീല് എങ്ങനെ പൊളിക്കുക എന്നുള്ളതാണ്. പലർക്കും പലപ്പോഴും പല പ്രയാസങ്ങളും നേരിടുന്ന ഒരു സംഭവമാണ് ഈ ഗ്യാപ്പ് തുറക്കുക. സീല് പൊളിച്ചിട്ട് ഇതിലെ സേഫ്റ്റി ക്യാപ്പ് തുറക്കാൻ വളരെ പ്രയാസപ്പെടാറുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ചില ഈ കയറ് സ്ട്രെയിറ്റ് ആയിട്ട് വലിച്ചിട്ട് സീല് പൊട്ടിക്കാറുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ഇത് പൊളിക്കാറുണ്ട്. അതിനെക്കാട്ട് ഏറ്റവും നല്ലത് അത് അങ്ങനെ വലിച്ച് പൊട്ടിക്കുമ്പോൾ ഈ നൈലോൺ കയറിന് തന്നെ ചിലപ്പോൾ ഡാമേജ് വരുമ്പോൾ കയറ് പൊട്ടും. അതിന് ഏറ്റവും നല്ല ഇതാണ് ഈ രീതിയിൽ നമ്മൾ കത്തി കൊണ്ടോ എന്തെങ്കിലും കാര്യം കൊണ്ട് ഈ ഒരു ഭാഗം പൊളിച്ചെടുക്കുക. പൊളിച്ചെടുത്തിട്ട് സീല് നമ്മൾ പൊളിച്ചെടുക്കും. അപ്പോൾ നമ്മൾ ഇതാണ് സേഫ്റ്റി ക്യാപ്പ്. ഇത് പ്രത്യേക ഒരു ഫൈബർ കൊണ്ട് ഉണ്ടാക്കിയ സാധനമാണ് സേഫ്റ്റി ക്യാപ്പ്. അപ്പോൾ ഇത് വലിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് അതായത് നേരെ വലിച്ചിട്ട് ആണ് ഇത് പൊന്തിച്ചെടുക്കേണ്ടത്. ഇത് അടിച്ച് പൊട്ടിക്കാനോ ഒന്നും പാടില്ല. ഇത് എന്തെങ്കിലും ലീക്കേജ് നമ്മൾ വാൾവിൻ്റെ അവിടെ നിന്ന് വരുമ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ ക്യാപ്പ് ഇട്ട് അടച്ചു വെച്ചാൽ സുരക്ഷിതമായിരിക്കും. കാരണം ഇത് 30 കിലോ പ്രഷർ വരെ താങ്ങാൻ കഴിവുള്ള ഒരു മെറ്റീരിയലാണ് ഈ സേഫ്റ്റി ക്യാപ്പ്. അത് പ്രത്യേകം ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അധികം വീട്ടുകാരും ചിലപ്പോൾ കാണാതെ അടിച്ച് പൊട്ടിച്ചിരിക്കുന്നത് കാണാം. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇത് പൊട്ടിക്കാൻ പാടില്ല. ഇത് വലിക്കേണ്ട രീതി ഇത് സ്ട്രെയിറ്റ് ആയിട്ട് വലിച്ചിട്ട് എടുക്കേണ്ട, ഇത്ര സിമ്പിളായിട്ട് എടുക്കാൻ കഴിയുന്ന ഒരു സാധനമാണ് ഈ സേഫ്റ്റി ക്യാപ്പ്. ഇനി എങ്ങനെ ഇതിൻ്റെ ക്യാപ്പ്, ഇതിൻ്റെ മൂടി എങ്ങനെ തുറക്കാമെന്ന് നമുക്ക് പരിശോധിക്കാം. അതായത് ഈ കയറ്, അതായത് ഇതിൻ്റെ ഒരു ഇരുമ്പിൻ്റെ ഒരു ഗാർഡ് ഈ ക്യാപ്പിന് സൈഡിൽ കൂടെ ഉണ്ട്. ഇത് ഉള്ളിൽ ലോക്കായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തുറക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മേലോട്ടോ താഴോട്ടോ എല്ലാം വലിക്കേണ്ടത് സ്ട്രെയിറ്റ് ആയിട്ട് വലിച്ചാൽ അറിയാം. ഇവിടുന്ന് ഈ കമ്പി നേരെ ഇങ്ങോട്ട് തള്ളി വരും, കണ്ടില്ലേ, ഇങ്ങനെ തള്ളി വരും. എന്നിട്ട് ഇവിടെ എടുക്കുക. ഇത്രയാണ് നമ്മൾ ഈ ക്യാപ്പ്, അതായത് മൂടി തുറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ചില വീടുകളിലൊക്കെ കാണാം ഇത് തുറക്കാൻ കഴിഞ്ഞിട്ട് ഹാമർ കൊണ്ടോ കത്തി കൊണ്ടൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ട് ഇത് മിസ്യൂസ് ചെയ്യുന്നത് കാണാം. ഒരിക്കലും ഈ ക്യാപ്പ് പൊട്ടിച്ച് കളയരുത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് സേഫ്റ്റി ക്യാപ്പ്. സിലിണ്ടറിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് വാൾവ്. ഇതൊരു പിച്ചള കൊണ്ട് നിർമ്മിച്ച വാൾവാണ്. ഇതാണ് നമ്മൾ ഗ്യാസ് റെഗുലേറ്റർ ഫിറ്റ് ചെയ്ത് ഇതിലൂടെയാണ് ഗ്യാസ് പുറത്തേക്ക് വരുന്നത്. ഈ വാൾവിന് പല പ്രത്യേകതകളുണ്ട്. ഈ വാൾവിൻ്റെ നേരെ അടിയിൽ ഒരു കറുപ്പ് റബ്ബർ കാണാം റൗണ്ടായിട്ട്. ഇതാണ് ഓറിങ് എന്ന് പറയുന്നത്. ഓറിങ് അതായത് ഈ വാൾവിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന സാധനമാണ് ഓറിങ്. ഇതാണ് റെഗുലേറ്റർ ഫിറ്റ് ചെയ്തിട്ട് ഗ്യാസ് പുറത്തേക്ക്, അതായത് സിലിണ്ടറിൻ്റെ പുറത്തേക്ക് ഗ്യാസ് വരാതെ കൺട്രോൾ ചെയ്യുന്ന റബ്ബറിൻ്റെ ഒരു സാധനമാണ് ഓറിങ്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെ ഉപയോഗിക്കാമെന്നൊക്കെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം.
പിന്നെ നമ്മളെ ഈ വാൾവിനുള്ളിൽ ഒരു പിന്നോട് കൂടിയുള്ള ഒരു പിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് കാണാം. ഇനി നമുക്ക് സിലിണ്ടറിന്റെ ഈ റിങ് ഇത് എന്തിനാണ് ഈ രീതിയിൽ വെച്ചതെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഇത് ഗ്യാസ് വരുന്ന ഈ വാൾവിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ റിങ് വെച്ചത്. വാൾവ് പ്രൊട്ടക്റ്റ് റിങ് എന്നാണ് ഇതിന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ സിലിണ്ടർ വീഴുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ വാൾവിന് ഡാമേജ് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റിങ് ഈ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത്, വാൾവ് പ്രൊട്ടക്റ്റ് റിങ്. അപ്പോൾ സിലിണ്ടറിന്റെ ബാഹ്യമായുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി. ഇനി നമുക്ക് പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഈ സിലിണ്ടറിന്റെ ഉൾഭാഗത്ത് എന്താണ് എന്നുള്ളത്. ചിലർ പറയും വേറൊരു ലെയർ മെറ്റൽ ഉണ്ടാകും ഗ്യാസ് ഫില്ല് ചെയ്യാൻ, പിന്നെ വേറെ എന്തോ ആയിരിക്കും, 2 അറകൾ ഉണ്ടാകും. ഇങ്ങനെ പല സംശയങ്ങളും പല കാര്യങ്ങളും പലരും പറയാറുണ്ട്. അപ്പൊ നമുക്ക് ഈ സിലിണ്ടറിന്റെ ഉൾഭാഗം എങ്ങനെ ഇത് കട്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഇങ്ങനത്തെ ഒരു വീഡിയോ ചിലപ്പോ ഒരു മീഡിയയിലും സാധാരണ കാണാറില്ല. എനിക്ക് തോന്നുന്നത് യൂട്യൂബിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു സിലിണ്ടർ കട്ട് ചെയ്ത ഭാഗം പ്രദർശിപ്പിക്കുന്നതാണ്. നമുക്കത് നോക്കാം. നമ്മൾ സിലിണ്ടറിന്റെ ഉൾഭാഗം പരിശോധിക്കാം. ഇതാണ് ഒരു സിലിണ്ടർ, ഒറിജിനൽ സിലിണ്ടർ കട്ട് ചെയ്ത ഭാഗം. അതായത് സിലിണ്ടറിന്റെ ഉൾഭാഗം ഇതാ കണ്ടോളി, ഇങ്ങനെ തന്നെയാണ് ഒറിജിനൽ സിലിണ്ടർ കട്ട് ചെയ്തതാണ്. ഇതാണ് സിലിണ്ടറിന്റെ ഉൾഭാഗം. കാരണം ഇത് ശ്രദ്ധിക്കുക, ഇതിന്റെ തിക്ക് കണ്ടല്ലേ, ഇത്ര തിക്കുള്ള 3 mm വരെയുള്ള 2.55 മുതൽ 3 mm വരെയുള്ള തിക്കുള്ള മെറ്റലാണ് ഇത്. ഇവിടെയാണ് വാൾവ് ഫിറ്റ് ചെയ്യുന്നത്. ഈ ഭാഗത്താണ് വാൾവ് ഫിറ്റ് ചെയ്യുന്നത്. ഈ ത്രെഡ് ലെഗ് പിച്ചളിന്റെ വാൾവ് ഈ ഭാഗത്താണ് ഫിറ്റ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഈ സിലിണ്ടർ ഉണ്ടാക്കുന്ന മെറ്റല് സ്റ്റീൽ മെറ്റൽ ആണ് സാധാരണ ഉപയോഗിക്കാറ്. ആ സ്റ്റീൽ മെറ്റൽ ഒരു ഷീറ്റ് രൂപത്തിൽ വന്നതിന് ശേഷം അത് ഒരു റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കും. അത് എന്നിട്ട് ഹൈഡ്രോളിക് മെഷീൻ, ഒരു പ്രത്യേക മെഷീൻ രീതിയിൽ കുഴിച്ചിട്ട് സിലിണ്ടറിന്റെ പകുതി ഭാഗം വരെ സിലിണ്ടർ നിർമ്മിക്കും. അതേപോലെ 2 പീസായിട്ട് കൂടി വെച്ച് ഇത് ഒരു ഇലക്ട്രിക് വെൽഡാണ് ഇത് ചെയ്യുന്നത്. ഈ രീതിയിൽ കണ്ടേ, ഈ ഭാഗം വെൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചുറ്റും വെൽഡ് ചെയ്തിരിക്കും. അതിന് മോൾ ഭാഗം ഹോൾസ് ഇതെടുത്ത് ഈ ഭാഗം വെൽഡ് ചെയ്തിട്ട് ഇങ്ങനെയാണ് ഈ സിലിണ്ടർ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സിലിണ്ടറൊക്കെ പലപ്പോഴും പല ആളുകളും ദൂരത്ത് നിന്ന് താഴോട്ട് എറിയുക, ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്ന ഡാമേജ് വരുത്താറുണ്ട്. ഒരിക്കലും ഡാമേജ് വരുത്തത് പല രീതിയിലും ഇത് ഗ്യാസ് അപകടത്തിന് കാരണമാണ്. അപ്പോൾ സിലിണ്ടർ എപ്പോഴും സുരക്ഷിതമായിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒരു സാധനമാണ്. ഒരിക്കലും എറിഞ്ഞിട്ട് ഉടയ്ക്കുവാനോ അതിന് ഡാമേജ് പറ്റുവാനോ ഒന്നും കാരണം ഉണ്ടാക്കരുത്. സുരക്ഷിതമായിട്ട് സിലിണ്ടർ കൈകാര്യം ചെയ്യണം. സിലിണ്ടറിന്റെ ഉൾഭാഗം ശരിക്കും ഒന്നുകൂടി കണ്ടോളൂ. അപ്പൊ നമ്മള് സിലിണ്ടറിനെ പറ്റിയൊക്കെ പഠിച്ച് ഇനി നമ്മൾ ഗ്യാസിനെ പറ്റി പഠിക്കാം. നമുക്കറിയാം ഗ്യാസ് ക്രൂഡ് ഓയിലിൽ നിന്നാണ് അത് വികസിപ്പിച്ചെടുക്കുന്നത്. ശാസ്ത്രജ്ഞന്റെ പേരാണ് ഡോക്ടർ വാൾട്ടർ ഒതമൻ സ്നെല്ലിംഗ്. അദ്ദേഹം 1910 LPG വികസിപ്പിച്ചെടുത്തത്. 1912 വാണിജ്യപരമായിട്ട് ഗ്യാസ് LPG ഉപയോഗത്തിലേക്ക് വന്നത്. LPG ഉണ്ടാക്കുന്ന പ്രോസസ്സിംഗ്, അതായത് ക്രൂഡ് ഓയിൽ 350 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയതിന് ശേഷം 25 ഡിഗ്രി സെൽഷ്യസിൽ തണുപ്പിക്കുന്നു. അതിൽ നിന്ന് വരുന്ന ആദ്യത്തെ പ്രൊഡക്റ്റാണ് ഗ്യാസ്. രണ്ടാമത്തെ പ്രൊഡക്റ്റ് ഗ്യാസോലിൻ, അതായത് പെട്രോള്. പിന്നെ വരുന്നത് നാഫ്ത, പിന്നെ കെറോസിൻ, പിന്നെ വരുന്നത് ഡീസൽ, പിന്നെ ഫ്യൂൽ ഓയിൽ, റെസ്യൂഡ്. ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്, വികസിപ്പിച്ചെടുക്കുന്നത്. അതിൽ തന്നെ ചില ആവശ്യമില്ലാത്ത വാതകങ്ങളൊക്കെ ഈ പ്രോസസ്സിങ്ങിന്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. അതെല്ലാം കത്തിച്ച് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഗ്യാസിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി റെഗുലേറ്റർ, അതായത് സിലിണ്ടറിൽ നിന്ന് ഗ്യാസ് നമ്മളെ സ്റ്റൗവിലേക്ക് പാസ് ചെയ്യുന്ന റെഗുലേറ്ററിൽ കൂടിയാണ്. ഈ റെഗുലേറ്റർ ഉദ്ദേശിക്കുന്നത് ഈ ഗ്യാസിന്റെ പ്രഷർ റെഗുലേറ്റ് ചെയ്തിട്ട് നമ്മളെ സ്റ്റൗവിന്റെ അനുസൃതമായിട്ട് റെഗുലേറ്റർ റെഡ്യൂസ് ചെയ്ത് അയക്കുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് ഈ റെഗുലേറ്റർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റെഗുലേറ്ററിനെ പറ്റി കൂടുതൽ, റെഗുലേറ്റർ ഏത് കമ്പനിയുടേതാണെന്നെല്ലാം ഇതിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നുണ്ടാവും. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ്റെ റെഗുലേറ്ററാണിത്. റെഗുലേറ്ററിൻ്റെ എംബ്ലം ഉണ്ട്.
ഇത് റെഗുലേറ്ററിൻ്റെ നോബാണ്, ഓണും ഓഫും. അതായത് റെഗുലേറ്റർ മുകളിലേക്ക് ആക്കുമ്പോൾ ഓണ്, താഴോട്ട് ആക്കുമ്പോൾ ഓഫ്. ഇത് റെഗുലേറ്റർ ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ റിങ് ഇത് മുകളിലേക്ക് ആക്കിയിട്ടാണ് റെഗുലേറ്റർ ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ റെഗുലേറ്റർ ഓഫ് പൊസിഷനിലായിരിക്കണം. ഓൺ പൊസിഷനിൽ ആക്കിയാൽ ഇവിടെ തടഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ഇത് ഓൺ ആക്കാൻ ഫിറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് റെഗുലേറ്ററിൻ്റെ രണ്ട് ഭാഗവും മേലോട്ട് വലിച്ചതിന് ശേഷമാണ് ഫിറ്റ് ചെയ്യേണ്ടത്. ആ ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ നമ്മൾ റെഗുലേറ്ററിനെ പറ്റി മനസ്സിലാക്കി. ഇനി റെഗുലേറ്റർ സിലിണ്ടറായിട്ട് എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്നാണ്. പലപ്പോഴും പല വീടുകളിലും പുതിയ സിലിണ്ടർ മാറ്റുമ്പോൾ റെഗുലേറ്റർ ഫിറ്റ് ആകുന്നില്ല എന്നുള്ള പരാതികൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മൾ ആദ്യം ഇതിൻ്റെ സേഫ്റ്റി ക്യാപ്പ് അഴിച്ചു. ഈ റെഗുലേറ്റർ ഇത് ഓൺ പൊസിഷനിലാണ്. ഓഫ് പൊസിഷനിലാക്കിയിട്ട് ഈ ഗാഡി മേലോട്ടാക്കുന്നു. അതിനുശേഷം ഇതിൽ അമർത്തി പിടിച്ച് വിടുന്നു. പിന്നെ ഈ റിങ് ഒന്ന് താഴോട്ട് അമർത്തുക. ഫിറ്റ് ചെയ്ത് ശരിക്കും ആയതിനു ശേഷം ഇത് ഓണാക്കുക. ഇത് ശരിക്കും ഫിറ്റ് ആയാൽ മാത്രമേ ഇത് ഓൺ ആവുകയുള്ളൂ. മുകളിലേക്ക് ഓണാക്കുക. അപ്പം ഗ്യാസ് പുറത്തേക്ക് വരും. ഇതാണ് ചെയ്യേണ്ടത്. അതുപോലെ എടുക്കുമ്പോൾ റെഗുലേറ്റർ ഊരുമ്പോഴും നമ്മൾ ഈ ഓഫ് പൊസിഷനിലാക്കിയതിന് ശേഷം ഗാഡി മേലോട്ടാക്കി വലിച്ചെടുക്കുക. ഇത്രയും ചെയ്യാനുള്ളൂ. ഇത് അപ്പോൾ അധികം ആളുകളും ഇത് ഈ റെഗുലേറ്റർ ഫിറ്റ് ആകാനുള്ള കംപ്ലൈൻറ്റ് വരാറുണ്ട്. അത് വരാൻ കാരണം വ്യത്യസ്തമായ കമ്പനികളാണ് റെഗുലേറ്ററും വാൾവും ഉണ്ടാക്കുന്നത്. അതിൽ മൈന്യൂട്ടായ ചെറിയ പ്രശ്നം കൊണ്ട് ചിലപ്പം ഫിറ്റ് ആകാതെക്കാറുണ്ട്. പിന്നെ ഇതിനുള്ളിലെ വാഷർ ചിലപ്പോൾ തിക്ക് കൂടിയ വാഷർ ആണെങ്കിലും ചിലപ്പോൾ റെഗുലേറ്റർ ഫിറ്റ് ആകാതെക്കാറുണ്ട്. അപ്പോൾ ആ വാഷർ മാറ്റി ഇട്ട് പുതിയ വാഷർ ഇട്ട് കഴിഞ്ഞാൽ റെഗുലേറ്റർ ഫിറ്റ് ആകുന്നു. റെഗുലേറ്റർ ഓൺ ചെയ്യുമ്പോൾ ഗ്യാസ് പുറത്തേക്ക് വരും. ഗ്യാസ് ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് പുറത്തേക്ക്, അതായത് റെഗുലേറ്ററിൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. അപ്പം വരുമ്പോൾ ഗ്യാസ് പുറത്തേക്ക് വരാതെ, അതായത് വാൾവിൻ്റെയും റെഗുലേറ്ററിൻ്റെ ഇടയിൽ കൂടെ ഗ്യാസ് പുറത്തേക്ക് വരാതെ ഉള്ളിലോട്ടേക്ക് തന്നെ പോകാനും സഹായിക്കുന്ന സാധനമാണ് ഓറിങ്. ഇതാണ് നമ്മൾ വാൾവിൻ്റെ ഉള്ളിൽ കാണുന്ന കറുപ്പ് റബ്ബറിൻ്റെ ഇത്. അത് ഈ പൊസിഷനിലാണ് ഉണ്ടാവുക. അതായത് ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കും. അപ്പോൾ നിൽക്കുമ്പോൾ ഗ്യാസ് പുറത്തേക്ക് പോകാതെ വരും. അപ്പോൾ ഈ ഗ്യാസ് ലീക്ക് അധികം സിലിണ്ടറിനും ഗ്യാസ് മാറ്റി ഫിറ്റ് ചെയ്യുമ്പോൾ ഗ്യാസ് ലീക്ക് ആകാതെ നിൽക്കുന്നത് ഈ ഓറിങ്ങിൻ്റെ കണ്ടോ. ഈ ഓറിങ്ങിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഗ്യാസ് പുറത്തേക്ക് വരും. അപ്പോൾ ഈ റെഗുലേറ്ററിൻ്റെ ഈ ഭാഗത്താണ് അധികം ഗ്യാസ് ലീക്ക് വരും. അപ്പം ഗ്യാസ് ലീക്ക് വരുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായി ഈ ഓറിങ് ഇടുന്നതും ഊരുന്നതും, അതായത് ഗ്യാസ് ലീക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയ സിലിണ്ടർ മാറ്റി റെഗുലേറ്റർ ഫിറ്റ് ചെയ്യുമ്പോൾ ലീക്ക് വന്നാൽ ആ ഓറിങ് മാറ്റുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണിക്കാം. സിലിണ്ടറിൻ്റെ വാൾവിൻ്റെ ഉള്ളിൽ നിന്ന് ഈ വാഷർ, കംപ്ലൈൻറ്റിലുള്ള വാഷർ പുറത്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവറോ ഒരു കമ്പീൻ്റെ കൂർപ്പുള്ള കമ്പീൻ്റെ കഷ്ണം ഇതെടുത്തിട്ട് സ്ക്രൂ കൊണ്ട് ഈ സൈഡിൽ കൂടെ അമർത്തിയതിന് ശേഷം ഇങ്ങനെ വാഷർ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. ഇതാണ് ഇതിനുള്ളിൽ ഉണ്ടാകുന്ന വാഷർ, നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന വാഷർ. അത് ഇതുപോലെ തന്നെ നമ്മളിത് പുതിയ വാഷർ മാറ്റിയിടുന്നതും നമുക്ക് കാണാം. ഇത് ഒന്ന് ചരിക്കുക. അതായത് ആദ്യം ഒരു ഭാഗത്തേക്ക് വെച്ചതിന് ശേഷം എല്ലാ ഭാഗവും ഫില്ല് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ ഉണ്ടാവും. പിന്നെ അത് നമ്മൾ ഉള്ളോട്ടേക്ക് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒരു വിരലുകൊണ്ട് ഒന്ന് കെട്ടിയാൽ ഓക്കെ, കറക്റ്റായി. ഇത്രയേ ഉള്ളൂ. ഇതൊന്നും കൂടി കാണിച്ചു തരാം, ഊരുന്നത് കാണിച്ചു തരാം. ഇത് ഊരി അതേമാതിരി ഫിറ്റ് ചെയ്യുന്നത് ഇതൊന്ന് സൈഡിൽ കൂടെ ഇതാക്കി എല്ലാ ഭാഗവും ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നിൽക്കും. പിന്നെ അതിനുള്ളിലേക്ക് ഗാഡിയിലേക്ക് കറക്റ്റ് പൊസിഷനിൽ ആക്കിയതിന് ശേഷം നമ്മൾ വിരലുകൊണ്ടൊന്ന് അമർത്തി കഴിഞ്ഞാൽ ഈ വാഷർ ഫിറ്റായി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഗ്യാസ് ലീക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ പുതിയ സിലിണ്ടർ മാറ്റുമ്പോഴാണ് അധികം ഈ വാഷറിന് കംപ്ലൈൻറ്റ് ഉള്ളത്. അല്ലെങ്കിൽ കുറേ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ റബ്ബറിൻ്റെ വാഷറിന് ഇത് കംപ്ലൈൻറ്റ് പറ്റുമ്പോഴാണ് ലീക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പ്രത്യേകം പറയാനുള്ളത്, നമ്മൾ അധിക സിലിണ്ടർ നമ്മൾ എപ്പോഴാണ് ഗ്യാസ് മാറ്റി പുതിയ സിലിണ്ടർ മാറ്റാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ രാത്രിയൊക്കെ ആണെങ്കിൽ ഒരു കംപ്ലൈൻറ്റ് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓഫീസിൽ നിന്നോ ഡിസ്ട്രിബ്യൂട്ടർ അവിടുന്ന് മെക്കാനിക്ക് വരാൻ താമസം ഉണ്ടാവും. അതുകൊണ്ട് ഈ വാഷർ ചേഞ്ച് ചെയ്യുന്നത് മസ്റ്റായിട്ട് ഓരോ കസ്റ്റമറും പഠിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ ഡെലിവറി ചെയ്യുന്നവരുടെ നിന്ന് നമ്മൾ ഓരോ വീട്ടുകാരും ഓരോ കസ്റ്റമറും ഒരു ഓറിങ്
വാങ്ങി വെക്കണം, സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. ഇങ്ങനെ പല സമയത്ത് രാത്രിയൊക്കെ ആണെങ്കിലും ലീവുള്ള ദിവസങ്ങളിലൊക്കെ ആണെങ്കിലും ഈ ഓറിംഗ് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ മാറ്റിയിടാൻ കഴിയും. റെഗുലേറ്റർ ഫിറ്റ് ചെയ്ത് ഓൺ ചെയ്യുന്നു. അപ്പോൾ ഈ റെഗുലേറ്ററിൽ ലീക്ക് ഉണ്ടോ എന്നറിയാം. ഈ ഓറിങ്ങിന്റെ പ്രശ്നമായാലും വേണ്ടിയില്ല, റെഗുലേറ്ററിന് പ്രശ്നമായാലും വേണ്ടിയില്ല, ഏതെങ്കിലും തരത്തിൽ ലീക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ഒരു എളുപ്പമുണ്ട്. നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കുക, അതിൻ്റെ സെൻട്രൽ മടക്കിയിട്ട് ചെറിയൊരു ദാരം ഉണ്ടാക്കിയെടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ റെഗുലേറ്ററിൻ്റെ ഈ വാൾവ്, റെഗുലേറ്റർ ഫിറ്റ് ചെയ്യുന്ന വാൾവിൻ്റെ ഭാഗത്തേക്ക് താഴ്ത്തി വെക്കുക. വാൾവിൻ്റെ ഭാഗത്തേക്ക് താഴ്ത്തി വെച്ചതിന് ശേഷം ഒരു കയറുകൊണ്ട് ഇത് ടൈറ്റായിട്ട് കെട്ടിയിടുക. ഒരു ബേസിനിൽ സിലിണ്ടർ ഇറക്കി വെക്കുന്നു. ഇനി നമുക്ക് അതിൽ വെള്ളം നിറയ്ക്കുന്നു. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വേറെ ഏതെങ്കിലും ലീക്കും ഈ ഭാഗത്തുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ റെഗുലേറ്റർ ഫിറ്റ് ചെയ്യണം. ഇതിന് ഈ റെഗുലേറ്ററിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ അറിയാൻ വേണ്ടിയിട്ട് എന്താ ഇത് ഫിറ്റ് ചെയ്തു. വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക, ഇതിന് മുകൾ ഭാഗം വരാത്ത. എന്നിട്ട് നമ്മൾ ഇത് ഓൺ ചെയ്യുന്നു. ഓൺ ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് ഒരു ഹോൾസ് കാണാം. ഇതിൽ ഫസ്റ്റ് ഈ നമ്മൾ റെഗുലേറ്റർ ഫിറ്റ് ചെയ്യുമ്പോൾ എയർ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഹോൾസ്. അതുകൊണ്ട് ഹോൾസ് കണ്ടിട്ട് വേറെ ഒന്നും ഇതാകട്ടെ, ഇത് ഫസ്റ്റ് എയർ പുറത്താണ്. ഇപ്പോൾ ഇവിടെ വേറെ ലീക്കൊന്നും കാണുന്നില്ല. കാണുന്നതാണ് ഗ്യാസ് ഓൺ ചെയ്തപ്പോൾ ഗ്യാസ് വരുന്നത്. ഇപ്പോൾ വേറെ ലീക്കൊന്നുമില്ല. അപ്പോൾ നമുക്ക് വേറെ റെഗുലേറ്റർ കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. 2 റെഗുലേറ്റർ എടുത്തിട്ടുണ്ട്. ഇതിന് കംപ്ലൈൻറ്റ് ഒന്നും ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഈ റെഗുലേറ്റർ ഓൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഗ്യാസ് പുറത്തേക്ക് വരുന്നു. കണ്ടില്ലേ ഗ്യാസ്? നമ്മൾ റെഗുലേറ്റർ ഓൺ ചെയ്തില്ല. എന്താ ഇത് ഓഫ് പൊസിഷനിലാണ്. അതാണ്. അപ്പോൾ ഈ റെഗുലേറ്ററിന് കംപ്ലൈൻ്റ് ആണ്. ഇങ്ങനത്തെ റെഗുലേറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ സ്റ്റൗവിലേക്ക് ഗ്യാസ് സപ്ലൈ ചെയ്തുകൊണ്ടേ നിൽക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാരണത്താൽ ഈ സ്റ്റൗവിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ ഗ്യാസ് പുറത്തേക്ക് വരും. അപ്പോൾ ഇതിൻ്റെ ഈ കംപ്ലൈൻറ്റ് നമുക്ക് മനസ്സിലാവും. അതായത് ഇനി വേറൊരു റെഗുലേറ്റർ കൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതാണ് ഓഫാണ്. ഇത് പോകുമ്പം വേറെ കംപ്ലൈൻറ്റ് കാണുന്നില്ല. ഇപ്പോൾ ഓണാക്കി നോക്കാം. ഇപ്പോൾ ഇതിനും കംപ്ലൈൻ്റ് ഇല്ല. അപ്പോൾ വേറെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് കൂടെ ബബിൾസ് വരും. അതായത് ഈ ജോയിൻ്റുള്ള ഭാഗത്തോ അടിഭാഗത്തോ നോബിൻ്റെ എവിടെയെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അതിൽ കൂടെ ഈ ബബിൾസ് വരും. അപ്പോൾ ഈ റെഗുലേറ്ററിനും കംപ്ലൈൻ്റ് ഇല്ല. ഇതാണ് ഇത്ര റെഗുലേറ്റർ ചെക്ക് ചെയ്യാനുള്ള ഒരു മാർഗം. ട്യൂബിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് റെഗുലേറ്ററിൻ്റെ ഉള്ളിൽ സ്റ്റൗവിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് ട്യൂബ്. ട്യൂബൊക്കെ പണ്ട് റബ്ബറിൻ്റെ ഒരു പച്ച ട്യൂബാണ് അധികം ആളുകൾ ഉപയോഗിച്ചിരുന്നത്. പിന്നീട് അത് ഇടയ്ക്ക് പൊട്ടാനും വിണ്ട് കീറാനും ഒക്കെ തുടങ്ങിയപ്പോൾ കംപ്ലൈൻറ്റ് കൂടി വന്നപ്പോൾ കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നതാണ് സുരക്ഷാ ട്യൂബ്. അതായത് HP ഗ്യാസ് റെക്കമെൻഡ് ചെയ്യുന്നതാണ് സുരക്ഷാ ട്യൂബ്. അതേമാതിരി ഭാരത് ഗ്യാസും ഇന്ത്യൻ ഗ്യാസും ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് സുരക്ഷാ ട്യൂബാണ്. അപ്പോൾ നമ്മൾ ആ സുരക്ഷാ ട്യൂബിനെ പറ്റി ഒന്ന് മനസ്സിലാക്കാം. എന്താണ് സുരക്ഷാ ട്യൂബിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്നു. ഇതാണ് സുരക്ഷാ ട്യൂബ്. ഈ സുരക്ഷാ ട്യൂബ് ഈ പുറംഭാഗം ഫയർ പ്രൂഫാണ്, തീ പിടിക്കില്ല. അതായത് ഇതിൻ്റെ ഉൾഭാഗത്ത് ഒരു ഇരുമ്പിൻ്റെ നെറ്റ് ഉണ്ട്. അത് നമുക്ക് നെറ്റ് കാണാൻ നമുക്ക് നോക്കാം.
നാം മുറിക്കാൻ കഴിയുന്നില്ല അല്ലേ. ഇതാണ് ഇരുമ്പിൻ്റെ നെറ്റ്. ഇത് പുറമെ ഫയർ പ്രൂഫ് ഇവിടെ ഇരുമ്പിൻ്റെ നെറ്റ് ഉണ്ട്. ഇതിനുള്ളിലൊരു റബ്ബറിൻ്റെ ഇതുണ്ട്, റെഗുലേറ്റർ ഫിറ്റ് ചെയ്യുന്നത്, ട്യൂബിൻ്റെ ജോയിൻറ്റ് ഫിറ്റ് ചെയ്യുന്നിടത്തിൽ. അപ്പോൾ നമ്മൾ ഈ ഫയർ പ്രൂഫ് ആയതുകൊണ്ട് ചെറിയ തീയോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തീ പിടിക്കില്ല. അപ്പോൾ നമ്മളിത് ഫയർ പ്രൂഫ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ട്യൂബിൻ്റെ ഇതാ തീ പിടിക്കില്ല. ഇതുകൊണ്ട് ഫയർ പ്രൂഫാണ്. അത് ചെറിയ തീപിടുത്തം കാര്യങ്ങളൊന്നും ഈ ട്യൂബിന് തീ പിടിച്ചിട്ട് നശിക്കില്ല. പിന്നെ ഇതിനുള്ളിൽ നെറ്റ് ഉണ്ടായതുകൊണ്ട് നമ്മൾ സാധാരണ ആദ്യമൊക്കെ പറയാറുണ്ട് എലി കടിച്ചിട്ട് ട്യൂബ് പൊട്ടി ഗ്യാസ് ലീക്കായി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇത് എലി കടിച്ച എലിൻ്റെ പല്ലേ കംപ്ലൈൻ്റ് ആവുള്ളൂ. അപ്പോൾ എലിക്കൊന്നും കടിച്ച് മുറിക്കാൻ കഴിയില്ല. അതായത് സൈഡിലൊക്കെ കുടുങ്ങിയിട്ടൊക്കെ വീണ്ടും പൊട്ടിപ്പോണ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിന് വരില്ല. ഇത് കമ്പനി പറഞ്ഞ 5 വർഷം ഗ്യാരണ്ടിയാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ 5 വർഷം കമ്പനി ഗ്യാരണ്ടി നിങ്ങൾ നോക്കണ്ട. ഈ ട്യൂബിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ ഉടനെ മാറ്റണം. കാരണം നമ്മൾ സുരക്ഷിതമാണ് ഏറ്റവും വലുത്. തീപിടുത്തം ഒഴിവാക്കാനും ലീക്കേജ് ഒഴിവാക്കാനും ട്യൂബിൽ കൂടെ ഒഴിക്കുന്നുണ്ട്. അധിക സ്ഥലത്തും ട്യൂബ് പഴകിയിട്ടും ദ്രവിച്ചിട്ടും ഗ്യാസ് ലീക്ക് വരാറുണ്ട്. അപ്പോൾ ട്യൂബിൻ്റെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴും ചെക്ക് ചെയ്യണം. ട്യൂബിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉള്ളതെങ്കിൽ കഴിയുന്നതും പിന്നെ സുരക്ഷാ ട്യൂബ് തന്നെ ഉപയോഗിക്കുക. കമ്പനി എല്ലാ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഭാരത് ഗ്യാസും ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്നതാണ് സുരക്ഷ LPG ഹോസ്. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് ലൈറ്റർ കൊണ്ട് നമ്മൾ ലൈറ്റർ വെച്ച് ഗ്യാസ് അടിക്കുമ്പോൾ ഈ ലൈറ്ററിന് എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ കുറേ ഉപയോഗിച്ച് കഴിയുമ്പോൾ സ്പാർക്കിംഗ് ഇല്ലാതെ വരുമ്പോൾ കത്തൂല. ആ സമയത്ത് ഗ്യാസ് എല്ലാം ഒരു താഴോട്ട് ഗ്യാസ് ഇങ്ങനെ ഒഴുകുകയായിരിക്കും ഉണ്ടാകുക. പിന്നീട് പെട്ടെന്ന് വെക്കുമ്പോൾ ഒന്നാമത് പാളി കത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നല്ല ലൈറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ലൈറ്റർ, നല്ല കംപ്ലൈൻറ്റ് ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഉപയോഗിക്കണം. പിന്നെ അതിൻകാട്ടി ഏറ്റവും നല്ല കാര്യം, നമ്മൾ സാധാരണ പഴയ തീപ്പെട്ടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് ചെയ്യേണ്ടത് ആദ്യം കത്തിച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്യണം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ വെച്ചാൽ ഗ്യാസ് പുറത്തേക്ക് പോകുന്നില്ല, നേരെ കത്തുന്നു. അതല്ലാതെ നമ്മൾ മറന്നു പോയിട്ട് ലൈറ്ററിന് കംപ്ലൈൻറ്റോടൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ആരെയും വിളിക്കുമ്പോൾ ഈ കോളിംഗ് ബെല്ലൊക്കെ അടിച്ച് ആരെയും വിളിക്കുക അല്ലെങ്കിൽ തൊട്ടടുത്ത് എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോൾ ഗ്യാസ് ഓൺ ചെയ്ത് തന്നെ ആയിട്ടിരിക്കും. അത് ഗ്യാസ് ലീക്ക് ചെയ്തിട്ട് അപകടത്തിന് സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഗ്യാസ് സ്റ്റൗ എപ്പോഴും സിലിണ്ടറിനെ കാട്ടിയും ഉയരത്തിൽ വെക്കണം. സിലിണ്ടറിനെ കാട്ടി എപ്പോഴും ഉയരത്തിൽ വെക്കാൻ പറയാൻ കാരണം, ഗ്യാസിന് സ്റ്റൗവിലോ ഇവിടെ ഏതെങ്കിലും ലീക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഗ്യാസിന് എയറിനെക്കാട്ടിയും വെയിറ്റ് കൂടുതൽ താഴോട്ടേക്കാണ് സ്പ്രെഡ് ചെയ്യുക. അതായത് നമ്മൾ വെള്ളം ഒഴിക്കുന്ന മാതിരി വെള്ളം ഒഴിച്ചാൽ താഴോട്ട് തറയിലേക്ക് വരുന്ന പോലെ താഴോട്ടേക്ക് വരിക. അപ്പോൾ നമ്മൾ ഇവിടെ ഗ്യാസ് ഇവിടെ കത്തിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഡ്രസ്സിൽ പിടിക്കാതെ താഴോട്ടേക്ക് തീ പടരാതെ നിൽക്കും. അതുകൊണ്ട് ആണ് നമ്മൾ പറഞ്ഞത് സ്റ്റൗ എപ്പോഴും ഉയർന്ന പ്രതലത്തിൽ വെക്കണം. ചില വീടുകളൊക്കെ താഴ്ത്ത് സിലിണ്ടർ സ്റ്റൗ വെക്കുന്നത് കാണാം. പക്ഷെ ഒരിക്കലും താഴെ സ്റ്റൗ വെക്കരുത്. സ്റ്റൗ എപ്പോഴും ഉയർന്ന സ്ഥലത്ത് മാത്രം വെക്കുക. അപ്പം വായുവിനേക്കാൾ കൂടുതൽ വെയിറ്റ് ഗ്യാസിന് ഉള്ളത് കൊണ്ടാണ് താഴേക്ക് ഗ്യാസ് വരുന്നത്. അപ്പോൾ വായുവിനെക്കാട്ടി കൂടുതൽ വെയിറ്റ് ഗ്യാസിന് ഉണ്ട് എന്നുള്ളത് ചെറിയൊരു ഉദാഹരണം കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഗ്യാസിന് നമ്മുടെ എയറിനെക്കാട്ടും കൂടുതൽ വെയിറ്റ് ഉള്ളത് കൊണ്ട് ഗ്യാസ് ലീക്ക് ആയി കഴിഞ്ഞാൽ തറയിലേക്കാണ് ഗ്യാസ് സ്പ്രെഡ് ചെയ്യുക. അപ്പം ഗ്യാസിന് വെയിറ്റിനൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം കാണിക്കുന്നത്. അപ്പോൾ ഇത് വെറുതെ ആരും ദുരുപയോഗം ചെയ്ത് കാണിക്കരുത്, അപകടം പിടിച്ചതാണ്. അപ്പം വളരെ ശ്രദ്ധിക്കുക. നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക്, ഇത് ഗ്ലാസ്സാണ്, നമുക്ക് 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ഗ്ലാസ്സിലേക്ക് ഗ്യാസ് നിറയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ ഗ്ലാസ്സിൽ ഗ്യാസ് നിറച്ച്, അപ്പോൾ അത് വെയിറ്റ് കൂടുതലാണെന്ന് കാണിക്കാൻ ഇത് കാലി ഗ്ലാസ്, ഒന്നും ഇല്ലാത്ത ഗ്ലാസ്സാണ്. ഇതിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ്. അപ്പോൾ ഒന്നും കാണുന്നില്ല, ഗ്യാസ് കാണാൻ കഴിയുന്നില്ല, കാരണം ഇതിലേക്ക് ഒഴിച്ച്. അപ്പോൾ ഈ ഗ്ലാസ്സിൽ നമ്മൾ ഗ്യാസ് ഉണ്ടോ എന്നുള്ളത് അറിയാൻ. അപ്പോൾ ഇത് ഗ്ലാസ്സിൽ
ഗ്യാസ്. അപ്പം എയറിനെക്കാട്ടും വെയിറ്റ് കൂടുതലാണ് നമ്മൾ വെള്ളം വെക്കണ പോലെ ഒഴിച്ചപ്പോൾ ഈ ഗ്ലാസ്സിലേക്ക് ഗ്യാസ് വന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്യാസിന്റെ പ്രവർത്തനമൊക്കെ മനസ്സിലാക്കി. ഇനി ഗ്യാസ് ലീക്ക് വന്നാൽ നമുക്കറിയാം, ഗ്യാസ് ലീക്ക് വരാൻ പല കാരണമുണ്ട്. സിലിണ്ടറിന്റെ മുകളിൽ ലീക്ക് വരും, റെഗുലേറ്ററിന്റെ മുകളിൽ ലീക്ക് വരും, സ്റ്റൗവിന്റെ മുകളിൽ ലീക്ക് വരും, ട്യൂബിന്റെ മുകളിൽ ലീക്ക് വരും. അപ്പോൾ ലീക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ സ്മെല്ലുണ്ടാവും. ആ സ്മെല്ല് വരാൻ കാരണം ഈ LPGയിൽ നമുക്ക് അറിയാൻ അടങ്ങിയിരിക്കുന്നത് ബ്യൂട്ടൈനും പ്രൊപ്പൈനുമാണ്. അതിൽ സ്മെല്ല് വരുത്താൻ വേണ്ടിയിട്ടാണ് ഈഥൈൽ മെർക്യാപ്റ്റൻ എന്ന രാസവസ്തു ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈഥൈൽ മെർക്യാപ്റ്റൻ എന്ന രാസവസ്തു ഉള്ളത് കൊണ്ടാണ് ഗ്യാസിന് സ്മെല്ല്. അപ്പോൾ ലീക്കേജ് വന്നു കഴിഞ്ഞാൽ സ്മെല്ല് വരും. അപ്പോൾ സ്മെല്ല് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഉടനെ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ റെഗുലേറ്റർ ഓഫ് ചെയ്യണം. റെഗുലേറ്റർ ഊരിയെടുക്കാൻ നോക്കുക. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഗ്യാസ് ലീക്ക് വന്നാൽ, തീപിടുത്തം ഉണ്ടായാൽ എന്താ ചെയ്യുക, എങ്ങനെ നമ്മൾ അത് ഫസ്റ്റ് എയ്ഡായിട്ട് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതിനെ പറ്റിയാണ്. അത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഗ്യാസ് ലീക്കായി ഉണ്ടായാൽ നമ്മൾ ഉടനെ ജനലും വാതിലൊക്കെ തുറന്നിടണം, റെഗുലേറ്റർ ഓഫ് ചെയ്യണം, റെഗുലേറ്റർ ഊരി വെക്കണം, ഇലക്ട്രിക് ഉപകരണങ്ങൾ സ്വിച്ച് ഓണും ഓഫും ചെയ്യരുത്, തീ പിടിക്കുന്ന സാധനങ്ങളിൽ നിന്ന് എടുത്ത് സിലിണ്ടർ മാറ്റി വെക്കണം. ഇത്തരം കാര്യങ്ങൾ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടർ ഫോൺ നമ്പറിൽ ഗ്യാസ് ലീക്ക് വിളിച്ച് വിവരം അറിയിക്കുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഡെലിവറി ചെയ്യുന്ന ആളെ നമ്പർ സൂക്ഷിച്ച് വയ്ക്കാൻ. അത് ആ പ്രദേശത്ത് തൊട്ടടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഉടനെ വന്ന് നിങ്ങൾ ഗ്യാസ് ലീക്ക് കംപ്ലൈൻറ്റ് തീർത്ത് തരും. കൂടാതെ ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, 1800233355 1800233355. ഇത് ഏത് കമ്പനിയുടെയും ഗ്യാസ് ലീക്ക് വിളിച്ചാലുള്ള ടോൾ ഫ്രീ നമ്പറാണ്. അതുപോലെ തന്നെ 1906 1906 ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾ അറിയിക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു സിലിണ്ടറിന് ലീക്ക് വന്നു, അതായത് റെഗുലേറ്ററിൻ്റെ അവിടെ നിന്ന് ട്യൂബ് പൊട്ടിപ്പോവുകയും ട്യൂബിൻ്റെ ഭാഗത്ത് തീ പിടിക്കുകയും എങ്ങനെ വന്ന് റെഗുലേറ്ററിൻ്റെ അവിടെ തീ പിടിച്ച് എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം പെട്ടെന്ന്? അപ്പോൾ പൊതുവേ നമ്മൾ ഈ ഗ്യാസ് ലീക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ ഭയപ്പെടുകയല്ല വേണ്ടത്, ജാഗ്രതയാണ് വേണ്ടത്. ഭയമല്ല വേണ്ടത്, ജാഗ്രതയാണ് വേണ്ടത്. ആ സമയത്ത് നമ്മൾ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതാണ് നമ്മളിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് എന്തെങ്കിലും അപകടം, തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആ നിമിഷം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്, അത് ചെയ്യേണ്ടത് നിങ്ങൾ മനസ്സ് നല്ല ഏകാഗ്രതമായിട്ട് ചെയ്യണം. വളരെ കെയർ ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അലസമായി ചെയ്യരുത്, കെയർലെസ് ആയിട്ട് ചെയ്യരുത്. വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ചെയ്യുക, അല്ലെങ്കിൽ ഉടനെ ഫയർഫോഴ്സിനെ വിളിച്ച് വിവരം അറിയിക്കണം. അതിപ്പോൾ ഏതൊക്കെ രീതി ചെയ്യണം എന്നുള്ളത് കാണിച്ചുതരാം. ഇത് വേറെ വെറുതെ കാര്യത്തിലൊന്നും അനുകരിച്ച് നിൽക്കരുത്. അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രം ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ചെയ്യാൻ നമ്മളെ സുരക്ഷിതത്വം ഉറപ്പ് വരുത്തിയതിന് മാത്രം ചെയ്യേണ്ടതാണ്. അത് നമ്മൾ ഇവിടെ കാണിക്കാം. അപ്പോൾ ഇവിടെ ഒരു തീ പിടിച്ചാൽ നമ്മൾ ഉടനെ ചെയ്യേണ്ടത്, ഇതിൽ ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂടിയിട്ട് ഈ ഗ്യാസ് കെടുത്താം. കാരണം ഇതിൽ പ്രത്യേകം പറയുന്നത് വെച്ചാൽ ഗ്യാസ് എപ്പോഴും ഓക്സിജൻ ആയിട്ട് കൂടി ചേരുമ്പോഴാണ് തീപിടുത്തം ഉണ്ടാകുന്നത്. അപ്പോൾ ഓക്സിജൻ വരാതെ നമ്മൾ അതിനെ ഓക്സിജൻ ഭാഗം ബ്ലോക്ക് ചെയ്താൽ തീ പടരില്ല. കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് ട്യൂബ് പൊട്ടിയിട്ട് തീ പിടിച്ച് ഗ്യാസ് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു തുണി, കോട്ടൺ തുണി ആയിരിക്കണം ഏറ്റവും നന്നാകുക. സിലിണ്ടറിന്റെ ബാക്ക് ഭാഗത്ത്, തീ വരുന്നതിന്റെ ബാക്ക് ഭാഗത്ത് കൂടെ വന്നിട്ട് ഇതേ രീതിയിലാക്കി വലിച്ചതാക്കുക. അത് പെട്ടെന്ന് സ്പീഡ് ചെയ്താൽ ഗ്യാസ് ഓഫ് ആകും. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആ രീതിയിലുള്ള തീപിടുത്തം വരുമ്പോൾ ചെയ്യാൻ കഴിയും. ചിലപ്പോൾ നമുക്ക് തുണികളൊന്നും ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ ഒരു ബക്കറ്റ് എടുത്തിട്ട് നേരെ ഇങ്ങനെ അമർത്തിട്ട് എടുത്തിട്ട് ഉടനെ തന്നെ റെഗുലേറ്റർ ഓഫ് ചെയ്യണം. നമ്മൾ ഗ്യാസ് ലീക്ക് ചെയ്ത് തീ പിടിച്ചാൽ എന്താ ചെയ്യുന്നുള്ള നേരത്തെ കാണിച്ചത് ഒന്ന് ട്രയൽ ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ നമുക്ക് ഈ ബക്കറ്റ് ഉപയോഗിച്ചിട്ട് തീ പിടിച്ചാൽ എങ്ങനെ തീ കെടുത്താന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അത് ഒന്ന് കാണിക്കാം.
ഇത് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ ബക്കറ്റ് ഉപയോഗിച്ച് ഇത് അടച്ചിട്ട് തീ കെടുത്തുമ്പോൾ എങ്ങനെയാ തീ കെടുന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാം. ഈ ഗ്യാസ് എപ്പോഴും ഓക്സിജൻ ആയിട്ട് മിക്സ് ചെയ്ത് വരുമ്പോഴാണ് തീ കത്തുന്നത്. അതായത് ഈ സിലിണ്ടറിന്റെ ഇവിടെ നമ്മൾ ഓക്സിജൻ ആയിട്ട് മിക്സ് ചെയ്തതിനു ശേഷം തീ കത്തുകയുള്ളൂ. അപ്പോൾ ഈ ബക്കറ്റ് വെച്ച് നമ്മൾ അമർത്തുമ്പോൾ ഇവിടുത്തെ ഓക്സിജന്റെ അളവ് കുറയും. ഓക്സിജൻ ഇല്ലാകുമ്പോൾ തീ കെടും, തീ കത്തൂല. അതുകൊണ്ടാണ് ഇങ്ങനെ അമർത്തുമ്പോൾ നമ്മൾ തീ കെട്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ ഗ്യാസ് തീ പിടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം? ചിലപ്പോൾ നമ്മൾ അധിക വീടുകളിലും റാക്കിന്റെ അടിയിലായിരിക്കും സിലിണ്ടർ വെച്ചിരിക്കുന്നത്. അത് കിച്ചൺ ബോർഡിൽ ഫുള്ള് അടച്ച് ഡോറൊക്കെ വെച്ചിട്ടാണ് സാധാരണ അധിക വീടുകളിലും സിലിണ്ടർ വെച്ചിരുന്നത്. അപ്പോൾ ഈ ഡോറ് വെക്കുമ്പോൾ ശരിക്ക് വെന്റിലേഷൻ, കാറ്റോട്ടം കിട്ടുവാൻ, എയർ സഞ്ചാരം കിട്ടാനുള്ള അവസ്ഥയിലായിരിക്കണം സിലിണ്ടർ സൂക്ഷിക്കുന്ന സ്റ്റൗവിന്റെ അടിയിലെ റാക്കിന്റെ അടിഭാഗം. അപ്പോൾ അധിക വീടുകളിലും അത് ഉണ്ടാകാറില്ല. കാരണം അഥവാ എന്തെങ്കിലും ഗ്യാസിന് ചെറിയ ലീക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റോർ റൂമിന്റെ ഉള്ളിൽ ഗ്യാസ് നിറഞ്ഞ് എങ്ങനെ തീ പാളി കഴിഞ്ഞാൽ വലിയ സ്ഫോടനത്തോടു കൂടി പൊട്ടിത്തെറിക്കും. അപ്പോൾ കഴിയുന്നതും നമ്മൾ റാക്കിൽ ഉണ്ടാക്കുമ്പോൾ നല്ല വെന്റിലേഷൻ, ഗ്യാസ് ലീക്ക് ആയാലും പുറത്തേക്ക് നമുക്ക് അറിയാനും ഗ്യാസ് പുറത്തേക്ക് പോകാനും ഉള്ള സാഹചര്യം ഉണ്ടാക്കാൻ വെന്റിലേഷൻ നിർബന്ധമാണ്. പിന്നെ സുരക്ഷിതമായിട്ട് സിലിണ്ടർ വെക്കാൻ ഏറ്റവും നല്ലത് സിലിണ്ടർ വീടിന്റെ പുറത്തേക്ക് ഹോൾസ് വെച്ച് പൈപ്പ് ഇട്ടിട്ട് പുറത്ത് ഒരു ഇൻഡസ്ട്രിയൽ കൂടൊക്കെ വെച്ചിട്ട് അതിലേക്ക് സിലിണ്ടർ വെക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ലീക്കേജ് ഉണ്ടെങ്കിൽ തീ പിടിക്കില്ല, വീടിനൊന്നും ബാധിക്കില്ല, നമുക്കൊന്നും ബാധിക്കില്ല. അപ്പൊ ആ രീതിയിലായിരിക്കണം സിലിണ്ടർ വെക്കാൻ പ്രത്യേക അറ പുറത്ത് ഉണ്ടാക്കി വെക്കാനാണ് ഏറ്റവും നല്ലത്. അത് എല്ലാ വീടുകൾക്കും പ്രായോഗികമല്ല. ഫ്ലാറ്റുകളിലൊക്കെ ആകുമ്പോൾ പുറത്ത് സിലിണ്ടർ വെക്കാൻ കഴിയില്ല. അപ്പോൾ ഈ റാക്കിന്റെ ഉള്ളിലാണ് ഇതേമാതിരി നമ്മൾ നേരത്തെ കണ്ട പോലെ തീപിടുത്തുണ്ടെങ്കിൽ എന്താ ചെയ്യാമെന്നും, അതേമാതിരി ഈ രീതിയിൽ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാം. ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു മെത്തേഡ് ഉണ്ട്. അതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് മെത്തേഡ്. നമ്മൾ ധൈര്യത്തോടു കൂടി ചെയ്താൽ അത് സക്സസ് ആവും. അപ്പൊ അത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ നേരത്തെ ഈ കിച്ചൺ റാക്കിന്റെ ഉള്ളിലാണ് സിലിണ്ടർ എങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ രീതിയിൽ ചിലപ്പോൾ റെഗുലേറ്റർ കൈ ഉള്ളോട്ട് വെക്കാനൊന്നും കഴിയാത്തൊരവസ്ഥയാണ് വന്നതെങ്കിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് നോക്കാം. അപ്പോഴും നമുക്ക് വേണ്ടത് നനഞ്ഞ തുണി ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഉടനെ ഇത്ര കാര്യങ്ങൾ ചെയ്താൽ എന്നിട്ട് റെഗുലേറ്റർ ഓഫ് ചെയ്യാം. അല്ലേ, ഈ സമയത്ത് തീ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ റെഗുലേറ്റർ ഓഫ് ഊതുക. ഇത്ര ചെയ്യാനുള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഭയമല്ല വേണ്ടത്, ജാഗ്രതയാണ് വേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ പെട്ടെന്ന് നമുക്ക് ഇത് സിലിണ്ടർ തീപിടുത്തം ഇല്ലാതാക്കാൻ കഴിയും. ഒന്നും പ്രശ്നമൊന്നുമില്ല. ഇവിടെ റെഗുലേറ്റർ ഓഫ് ചെയ്യേണ്ട ഇത് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ ഗ്യാസ് ലീക്കേജ് ഇല്ലാതാവും. നമ്മൾ റെഗുലേറ്ററിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പം അധിക വീടുകളിലും കാണുന്ന ഒരു സംഭവമാണ്, റെഗുലേറ്റർ വാങ്ങി നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഒരിക്കലും റെഗുലേറ്റർ ക്ലീൻ ചെയ്യാതെ വെക്കാറുണ്ട്. കാരണം റെഗുലേറ്റർ നിങ്ങൾ ഉപയോഗിച്ച ഫുള്ള് പൊടികളും ഡസ്റ്റൊക്കെ വന്നിട്ട് ഇതിനുള്ളിലൊക്കെ ലോക്ക് ശരിക്ക് വർക്ക് ചെയ്യാതെ വരും. കാരണം പൊടികളൊക്കെ നിറഞ്ഞ് അഴുക്കൊക്കെ ആയി നിൽക്കുമ്പോൾ ഇതിൻ്റെ ഒരു ബോൾ ടൈപ്പ് ഇതുണ്ട്, ബോൾ ശരിക്ക് വർക്ക് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആക്ഷൻ ശരിക്ക് കിട്ടുകയില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും റെഗുലേറ്റർ ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് ഓയിൽ സൈഡിലൊക്കെ ഓയിൽ ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും സ്മൂത്ത് ആവും. അത് ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. റെഗുലേറ്റർ ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുക. പിന്നെ ഗ്യാസ് കത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ സിമ്മാക്കുമ്പോൾ ഓഫായി പോവുക, പിന്നെ പാത്രത്തിൽ കരി പിടിക്കുക, അങ്ങനെ ഒരുപാട് കംപ്ലൈന്റുകളുണ്ട്. അപ്പോൾ അതിന്റെ സ്റ്റൗ സംബന്ധമായിട്ടുള്ള വിശദമായിട്ടുള്ള എങ്ങനെ റിപ്പയർ ചെയ്യാം, ഏതൊക്കെ രീതിയിൽ ചെയ്യണം എന്നുള്ളത് ഫുൾ അഴിച്ചിട്ട് എന്തൊക്കെ രീതിയിലാണെന്നുള്ള അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം പുതിയതായിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടനെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോ ഞങ്ങൾ ഈ സ്റ്റൗവിനെ പറ്റിയുള്ള വിശദമായിട്ടുള്ള സ്റ്റൗ ഏതൊക്കെ രീതിയിൽ നമുക്ക് റിപ്പയർ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അടുത്ത വീഡിയോയിലുണ്ടാവും. അതുകൊണ്ട് ഈ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.